8,22,00,000 എസ്റ്റിമേറ്റ്, 7,04,00,000 ബില്ല്, 4,99,00,000 കൊടുക്കും. ബാക്കി രൂപ സ്വാഹ. മലയാളം അറിഞ്ഞൂടാ, കണക്കറിഞ്ഞൂടാ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, ഹിന്ദി അറിഞ്ഞൂടാ. ദേവസ്വം ബോർഡിന് ഒരാളെങ്കിൽ ലേബർ സൊസൈറ്റിക്ക് അതറിയണ്ടേ, ട്രിപ്പിൾ സിക്ക് ഇതറിയണ്ടേ, ഇതറിയണ്ടേ ആർക്കെങ്കിലുമൊക്കെ. എന്തൊരു രസമാണ് നമ്മുടെ പരിപാടി, ആഗോള അയ്യപ്പ സംഗമം. ഇത് എവിടെ പരിപാടി നടത്തിയാലും ദുരന്തമാണല്ലോ. മോഷണം ദുരന്തം, എന്ത് പരിപാടി നടത്തിയാലും ദുരന്തമാണ്. ഇന്നലെ കോട്ടയത്ത് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി, KSDയുടെ സമ്മേളനമാണ്. മുഖ്യമന്ത്രി പ്രസംഗിച്ചു കൊടുക്കുന്നത് ചെണ്ട അടിച്ചുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചു, ഇതെന്ത് ദുരന്തം, ഞാൻ എവിടെ പോയാലും ദുരന്തമാണല്ലോ. ദുരന്തത്തിൻ്റെ പ്രളയത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും നല്ല രസകരമാണ്. 8,22,00,000 രൂപയ്ക്കുള്ളൊരു എസ്റ്റിമേറ്റ്. അതും എസ്റ്റിമേറ്റ് തയ്യാറാക്കി തരാം. ഒരാളെങ്കിൽ ലേബർ സൊസൈറ്റി അവർ സ്വന്തമായിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി 10% പിന്നെ കൂടുതലിട്ട് അവരങ്ങ് കൊടുത്ത്, വേറെ ഈ നെഗോഷിയേഷനൊന്നും ഇല്ലല്ലോ. എന്നിട്ട് 7,04,00,000 രൂപയുടെ ബില്ലും കൊടുത്തു. അവർ കുറച്ച് കൊടുത്തു, അതവരെ എപ്പോഴും അങ്ങനെയാണ്, കൂട്ടിക്കാണിച്ചിട്ട് കുറച്ച് ചെയ്ത് കൊടുക്കും. ഇപ്പോഴാണല്ലോ ഒരു ഗുമ്മുള്ളത്. പക്ഷേ 4 കോടി ദേവസ്വം ബോർഡ് പറയണത്, ഞങ്ങൾ 8 കോടിയൊന്നും അംഗീകരിക്കത്തില്ല, ഞങ്ങൾ 4,99,00,000, മാക്സിമം പോയി 5 കോടി രൂപ ഞങ്ങൾ അനുവദിക്കുകയുള്ളൂ. 1,00,000 കൂടെ വന്നാൽ 5 കോടിയായി. ഞങ്ങൾ അതിൽ കൂടുതൽ 5 പൈസ കൂടുതൽ തരത്തില്ല. ഞങ്ങൾക്ക് ചിലവായ 3 കോടി രൂപ തിരിച്ച് കിട്ടുകയും ചെയ്തു. ഞങ്ങൾക്ക് 4 കോടി കിട്ടണം, 3 കോടി കിട്ടി. അതിൽ 2 കോടി കൊടുത്തത് നമ്മുടെ ധനലക്ഷ്മി ബാങ്ക്, 1 കോടി കേരള ബാങ്ക്. ഇനി അദാനി 1 കോടി കൊടുക്കാണ്ട്, അത് കൊടുത്തിട്ടില്ലെന്നാണ് പറയണം. അദാനി ഇതൊക്കെ കേട്ടാൽ ഈ തട്ടിപ്പൊക്കെ കണ്ട് അദാനി പൈസ കൊടുക്കും. അപ്പോൾ ധനലക്ഷ്മി ബാങ്ക് അവരുടെ ബാങ്കായിട്ട് 2 കോടി കൊടുത്തു, 1 കോടി ആര് കൊടുത്തു, നമ്മുടെ കേരള ബാങ്ക്, വാസവൻ്റെ ബാങ്ക് കൊടുത്തു. അപ്പോൾ 3 കോടി കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കി പൈസയേ ഉള്ളൂ ദേവസ്വം ബോർഡിന് ബാധ്യത. ദേവസ്വം ബോർഡിന് 5 പൈസയുടെ ബാധ്യതയില്ല. അത് ഞങ്ങൾ ബാധ്യത ഇല്ലാതെ റെഡിയാക്കുമെന്നാണ് K. ജയകുമാർ IAS പറയുന്നത്. അപ്പോൾ പിന്നെ ഈ 8,22,00,000 8,22,00,000 കാര്യമില്ല. 7,04,00,000 5 കോടിയും പോയിട്ട് 2,04,00,000 രൂപ, അത് 5 ലക്ഷം രൂപ വരും. 2,05,00,000 രൂപ ഇവർ സഹിക്കുമോ? അതവർ കോടതി പോവുമോ? എന്തൊരു വെട്ടിപ്പാണ്. എത്ര ലക്ഷം രൂപയാണ് ചാപ്പാടിന് കോംപ്ലിമെൻ്റ് ആക്കാൻ 50 ലക്ഷം രൂപ. 600 പേരാണ് പങ്കെടുത്തത്. 50 ലക്ഷം രൂപയാണ് കോംപ്ലിമെൻറ്റ്സ് വാങ്ങിച്ചു കൊടുത്തത്. 3,000-4,000 രൂപയ്ക്ക് പെട്ടി വാങ്ങിച്ചു കൊടുത്താൽ. മൂന്നാറിൽ കുറച്ച് പേരെ കൊണ്ട് കടത്തി, കുമരകത്ത് കൊണ്ട് കടത്തി. എന്തൊരു സംഘമായിരുന്നു എന്നറിയാമോ. എവിടെ പരിപാടി നടത്തിയാലും ഇങ്ങനെയാണ്, ദുരന്തമാണ്. ശബരിമലയിലും ദുരന്തം, പമ്പ സംഗമം ദുരന്തം, സ്ത്രീകളെ കയറ്റുന്ന ദുരന്തം, ദുരന്തത്തിൻ്റെ പ്രളയ കഥയേ ഉള്ളൂ.